കള്ള് ഷാപ്പിൽ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഷാപ്പ് മാനേജറെ മർദ്ദിച്ചവർ അറസ്റ്റിലായി. കള്ള് കുടിച്ചതിന്റെ പണം ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ഷാപ്പ് മാനേജറെ മർദ്ദിക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത പെരിങ്ങോട്ടുകര തൈവളപ്പിൽ ഗോകുൽകൃഷ്ണ, നാട്ടിക പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് മിസ്ബാൻ എന്നിവരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 8-ാം തീയതി രാത്രി 8 മണിയോടെയാണ് നാട്ടികയിലെ കള്ള് ഷാപ്പിൽ സംഭവം നടന്നത്. പ്രതികൾ രണ്ടുപേരും ഷാപ്പിലെത്തി കള്ളും കറിയും വാങ്ങി കഴിച്ചിരുന്നു. ഷാപ്പടയ്ക്കാൻ സമയമായിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് മാനേജർ രാജേഷ് പണം ചോദിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പണം ചോദിച്ചതിൽ പ്രകോപിതനായ മിസ്ബാൻ സുഹൃത്തായ ഗോകുൽ കൃഷ്ണയെ ഫോൺ വിളിച്ച് വരുത്തുകയായിരുന്നു. ഗോകുൽ കൃഷ്ണയും മിസ്ബാനും ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുപ്പികളും ഗ്ലാസും തല്ലിപ്പൊട്ടിച്ച് നാശനഷ്ടം വരുത്തി. ഇത് തടയാൻ ശ്രമിച്ച മറ്റൊരു മാനേജറായ ശ്രീജിത്തിനെ തള്ളിമാറ്റിയ ശേഷം പ്രതികൾ രാജേഷിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയായിരുന്നു. വലപ്പാട് SI എബിൻ CN, ഗ്രേഡ് SI സാബു, CPOമാരായ വിഷ്ണു, ശ്യാം, സൈനുദ്ദീൻ, സതീഷ്, ആദർശ്, ശ്രാവൺ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്.